ഇന്ന് നമ്മുടെ രോഗികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിലൊന്നാണ് ആവശ്യത്തിന് രക്തം അവൈലബിൾ അല്ല എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ 3-4 മാസങ്ങളിൽ കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഡെങ്കുപ്പനിയും പോലുള്ള മാരക രോഗങ്ങൾ ഇന്ന് കേരളത്തിൽ പടരുന്നുണ്ട്. പലർക്കും പ്ലേറ്റ്ലെറ്റ് ആവശ്യത്തിന് ലഭ്യമല്ല. അത് കേരളത്തിൽ ഇപ്പോൾ പല ആശുപത്രികളിലും ഫേസ് ചെയ്യുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നാം മാനേജ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുമ്പോഴാണ് രക്തദാനത്തെ പറ്റിയും അതിൻ്റെ മഹത്വത്തെ പറ്റിയും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും നാം അറിയേണ്ടതും ഓർക്കേണ്ടതും. ഇന്ന് ഇന്ത്യയിൽ 1000-ൽ 10 പേർ പോലും സ്വയം രക്തദാനത്തിന് വില്ലിങ്ങായി വരുന്നില്ല. പലപ്പോഴും തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇല്ലെങ്കിൽ അതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമാണ് പലരും രക്തദാനം ഒരു തവണയെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത്, അതായത് വോളണ്ടറി ആയിട്ട് നൽകാം എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ മാറണം. നമ്മുടെ വികസിത രാജ്യങ്ങൾ, വെസ്റ്റേൺ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല നിലവിലുള്ളത്. എന്നാൽ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളമാണ് സ്വയം രക്തം നൽകുന്നതിന് ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർ കൂടുതലുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും കേരളത്തിൽ ഇതുപോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ 25% നഷ്ടമായാൽ തന്നെ നാം മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അപകടമുണ്ടായാലോ ഇല്ലെങ്കിൽ എമർജൻസി രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ സർജറിക്ക് അല്ലെങ്കിൽ ചില മേജർ സർജറികളുടെ സിറ്റുവേഷൻസ് ഉണ്ട്. അതുമാത്രമല്ല, പ്രധാനമായും അപകടങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്നത് പോലുള്ള പനികളോ വരുമ്പോൾ അത്യാവശ്യത്തിന് രക്തമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ആൾക്കാർ പലപ്പോഴും നാം ആശുപത്രികളിൽ പോയാൽ കാണാം. എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ അത് ഉണ്ടായാൽ മാത്രമേ രക്തദാനത്തെ പറ്റിയും അതിൻ്റെ ഒരു എഫക്റ്റിനെ പറ്റിയും നാം അറിയത്തുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രക്തദാനം കൊണ്ട് നമുക്ക് ചില ബെനിഫിറ്റ്സും കൂടെ ആരോഗ്യത്തിന് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പുതിയ സ്റ്റഡീസിൽ കണ്ടിട്ടുള്ളത്, രക്തദാനം നൽകുന്നത്, അതായത് നിങ്ങളൊരു 3 മാസത്തിലൊരിക്കലെങ്കിലും രക്തം ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും എന്നുള്ള പഠനങ്ങളാണ് കണ്ടിട്ടുള്ളത്. തീർച്ചയായും നാം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു നന്മ എന്നതിനപ്പുറം തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ രക്തദാനം വളരെയധികം സഹായിക്കും എന്ന് തന്നെയാണ് ക്ലിനിക്കൽ റിസർച്ചുകൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും രക്തദാനത്തെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. കൊളസ്ട്രോൾ കൂടുതലുള്ളവർ രക്തദാനം നൽകി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നാൽ അത് അബദ്ധമാണ്, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അതുപോലെ ഇടയ്ക്ക് ഒരു റിസർച്ച് റിപ്പോർട്ട് പറഞ്ഞിരുന്നു, രക്തദാനം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും എന്ന്. എന്നാൽ ആ ഒരു സിറ്റുവേഷനും ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരം ഒന്ന് റിഫ്രഷ് ആകുന്നതിന് രക്തദാനം വളരെയധികം സഹായിക്കും എന്ന് തന്നെയാണ് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള രക്തം എന്ന് പറയുന്നത് 5 ലിറ്റേഴ്സാണ്. ഏകദേശം 48 കിലോയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും രക്തം എടുക്കാൻ, നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ നിങ്ങളിൽ നിന്നും രക്തം എടുക്കാവുന്നതാണ്. സാധാരണ നിങ്ങൾക്കൊരു 55 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും 450 ml രക്തം ഒരു തവണ എടുക്കാറുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്ക് രക്തം നൽകാൻ നിങ്ങളുടെ ശരീരം തയ്യാറാവും. ഒരു തവണ രക്തം നൽകുമ്പോൾ, അത് ഒരു പൈന്റ് രക്തം നിങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് വോളിയത്തിലുള്ള 450 ml മാത്രമാണ് പോകുന്നത്. അത് 50 കിലോയിൽ താഴെയാണ് ഭാരം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും എടുക്കുക 350 ml മാത്രമായിരിക്കും. 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പോകുന്ന രക്തം തിരിച്ച് ശരീരത്തിലേക്ക് എത്തും. ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്ന ഹീമോഗ്ലോബിൻ എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ച് എത്തുന്നു. എന്നാൽ ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം എടുക്കുമ്പോൾ നമ്മുടെ കോശങ്ങളിൽ നിന്നും ഫ്ലൂയിഡ്സ് തിരിച്ച് നമ്മുടെ രക്തത്തിലേക്ക് റിലീസ് ചെയ്ത് നമ്മുടെ ബ്ലഡിനെ അതിന്റെ വോളിയം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മുടെ കോശങ്ങളെ റിഫ്രഷ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും. എന്നാൽ പുതിയ റിസർച്ചിൽ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത്, നമുക്ക് ഇത് ക്യാൻസർ രോഗത്തെ തടയുമെന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഉയർന്ന അളവിൽ ഹീം കാണാറുണ്ട്. ഹീം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ള അയണിന്റെ കണ്ടന്റ് തന്നെയാണ്. ഇത് പലപ്പോഴും നമ്മൾ നോൺ വെജ് കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, റെഡ് മീറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, റെഡ് മീറ്റ് ഡൈജസ്റ്റ് ചെയ്ത് അതിന്റെ റെഡ് മീറ്റിലുള്ള ഹീം അളവ്, അതായത് അതിന്റെ ഹീമോഗ്ലോബിൻ പാർട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രക്തത്തിലുള്ള കുറച്ച് അപകടകരമായ ഒരു അളവാണ് പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഹീം എന്ന് പറയുന്നത്. ഇവ നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഇവ നമ്മുടെ രക്തത്തിൽ അതിന്റെ അളവ് കുറയുന്നു. ഇത് നമ്മുടെ രക്തത്തിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നതിനെ കുറയ്ക്കുകയും ക്യാൻസർ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. രക്തദാനം എന്ന് പറയുന്നത് എത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എപ്പോഴും നിങ്ങൾ രക്തദാനത്തിന് തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും രോഗങ്ങൾക്ക് അടിമയാണോ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം മലമ്പനി, മഞ്ഞപ്പിത്തം, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾ. അതുമാത്രമല്ല, നിങ്ങൾ ഡയബറ്റിസ് ബാധിതനാണോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളുള്ളവരാണെങ്കിലോ മലമ്പനി ഉള്ളവരാണെങ്കിലോ രക്തദാനം നൽകുന്നതിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ്. അമിതമായ തൂക്കക്കുറവുള്ളവരാണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിലോ കരൾ രോഗമുള്ളവരാണെങ്കിലോ നൽകരുത്. അല്ലാത്തവർ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി പൊരുത്തപ്പെട്ട് മുന്നോട്ട് വരേണ്ടതാണ്. നിങ്ങൾക്കറിയാം, ഒരു വർഷം മുമ്പ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന സമയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് വന്ന യുവാക്കളുടെ നിര എന്ന് പറയുന്നത് ചെറുതല്ലായിരുന്നു. സോ അതുപോലെ ഒരു അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഒരു എമർജൻസി മാനേജ് ചെയ്യുന്നതിൽ മാത്രം നാം ഉണരാതെ നമ്മുടെ രക്തം എപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ പാവപ്പെട്ട രോഗികൾക്ക് നൽകാൻ നാം സന്നദ്ധമാകുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല നന്മ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകും. ഇത് എല്ലാവരുടെയും അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.